രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ പരസ്യമായി ഭീഷണി മുഴക്കി. ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച വൈകാരികവും പ്രകോപനപരവുമായ കുറിപ്പിലൂടെയാണ് അരുൺ രാജേന്ദ്രൻ തന്നെ നിലപാട് വ്യക്തമാക്കിയത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കണക്ക് തീർക്കുമെന്നാണ് പോസ്റ്റിന്റെ ഉള്ളടക്കം. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘാംഗമായ സന്ദീപിന്റെ ചിത്രവും നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് KSU നേതാവ് രംഗത്തെത്തിയത്. സാറേ സുഖമാണല്ലോ അല്ലേ? സുഖിക്കാൻ പോകുന്നതേയുള്ളൂ. 22 ദിവസം കൂടി കഴിഞ്ഞോട്ടെ. സുഖിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ സാറന്മാരെ എന്നിങ്ങനെ നീളുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ വാക്കുകൾ. നവകേരള യാത്രയുടെ സമയത്ത് കറുത്ത കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടലുകളെ മുഖ്യമന്ത്രി അന്ന് രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഈ സംഭവത്തെ മുൻനിർത്തിയാണ് അരുൺ രാജേന്ദ്രന്റെ വിമർശനം. തങ്ങളുടെ പ്രവർത്തകരുടെ തലയും കണ്ണും അടിച്ചുപൊട്ടിക്കാൻ നേതൃത്വം കൊടുത്തവർ ഇനി തൊഴിലുറപ്പ് കാർഡ് എടുത്തുവെച്ചോ എന്ന പരിഹാസവും പോസ്റ്റിലുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ UDF അധികാരത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇത്തരമൊരു ഭീഷണി ഉയർന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാം മറന്നെന്ന് നിങ്ങൾ തോന്നിയാൽ ഞങ്ങൾ മരിച്ചെന്ന് ഉറപ്പുവരുത്തണം. ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ രക്തം കൊണ്ട് എഴുതിയിട്ടിരിക്കുന്ന കണക്കുകൾ ഒരുപാടുണ്ട്. ആ കണക്കുകളൊക്കെ നമുക്ക് തീർക്കണ്ടേ സാറേ എന്ന അരുണിന്റെ ചോദ്യം വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ UDF ക്യാമ്പുകളിൽ സർക്കാർ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. സൈബർ ഇടങ്ങളിൽ മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ച് വരെ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഒരു മുതിർന്ന വിദ്യാർത്ഥി നേതാവ് തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരസ്യ ഭീഷണി മുടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അരുൺ രാജേന്ദ്രന്റെ പോസ്റ്റിന് പിന്നാലെ കോൺഗ്രസ് അനുകൂല സൈബർ പേജുകളിലും സമാനമായ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പോലീസിനെതിരെയുള്ള ഈ നീക്കം വലിയ രീതിയിലുള്ള സൈബർ യുദ്ധത്തിനാണ് വഴി തെളിയിച്ചിരിക്കുന്നത്. പോലീസിലെ ചില ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പക്ഷപാതം കാണിക്കുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചിരുന്നു. നവകേരള സദസ്സിനുണ്ടായ മർദ്ദനങ്ങളിൽ പല ഉദ്യോഗസ്ഥർക്കെതിരെയും കോടതി ഇടപെടലിലൂടെ കേസുകൾ ചാർജ് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഭരണമാറ്റം ഉണ്ടായാൽ ഇത്തരം ഉദ്യോഗസ്ഥരെ കർശനമായി കൈകാര്യം ചെയ്യുമെന്ന സൂചനയാണ് അരുൺ നൽകുന്നത്. പോലീസ് സേനയ്ക്കുള്ളിലെ രാഷ്ട്രീയ ചേരിതിരിവുകൾക്കും ഈ സംഭവം കാരണമായേക്കാം. അതേസമയം പോലീസിനെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന KSU നേതാവിന്റെ നടപടിക്കെതിരെ നിയമ നടപടി വേണമെന്നാവശ്യമായി CPIM സൈബർ വിങ്ങും രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥന്റെ ചിത്രം സഹിതം ഭീഷണിപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് ഇവർ വാദിക്കുന്നു. എന്നാൽ തങ്ങളുടെ പോരാട്ടം അനീതിക്കെതിരെയാണെന്നാണ് KSU നിലപാട്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന 22 ദിവസങ്ങൾക്കായി കാത്തിരിക്കാൻ അരുൺ രാജേന്ദ്രൻ പറയുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഇത്തരമൊരു വെല്ലുവിളി വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും നിയമപ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്ന് ഉറപ്പാണ്. സംഭവം വിവാദമായതോടെ രാഷ്ട്രീയ നിരീക്ഷകർ ഇത് അധികാരമാറ്റത്തിനുള്ള അതിയായ ആഗ്രഹമാണോ അതോ പ്രതികാര രാഷ്ട്രീയത്തിന്റെ തുടക്കമായാണോ എന്ന് വിലയിരുത്തുന്നു. ഭരണകൂടത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഒരു വിദ്യാർത്ഥി സംഘടന നേതാവ് വെല്ലുവിളിക്കുന്നത് ജനാധിപത്യ രീതികൾക്ക് നിരക്കാത്തതാണെന്ന വിമർശനവും ഒരു വശത്ത് ശക്തമാണ്.